ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ ഏറ്റവും വിലയേറിയ സൃഷ്ടി നാം ഓരോരുത്തരുമാണ്. യേശു കർത്താവ് അത്തിയെ ശപിച്ചു. അടുത്ത ദിവസം പത്രോസ് ആ അത്തി വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവേ, നീ ശപിച്ച അത്തി വേരോടെ ഉണങ്ങിപ്പോയി. യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ആരെങ്കിലും സംശയിക്കാതെ നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു അത്തിയെ ഉണക്കിയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ മല നീങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിൽ അധികാരമുണ്ട്. നീ പറയുന്നത് സംഭവിക്കും. നീ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നിങ്ങൾ നല്ലത് പറഞ്ഞാൽ നല്ലത് സംഭവിക്കും. ഇന്ന് പകൽ നല്ലത് പറയാമോ? നിങ്ങളുടെ മക്കളെ നോക്കി നല്ലത് പറയണം. നിങ്ങളുടെ ഭാവിയെ നോക്കി നല്ലത് പറയണം. നിങ്ങളുടെ കുടുംബത്തെ നോക്കി നല്ലത് പറയണം. നിങ്ങളുടെ സഭയെ നോക്കി നല്ലത് പറയണം. നിങ്ങളുടെ അയൽവാസിയെ നോക്കി, നിങ്ങളുടെ ദേശത്തെ നോക്കി നിങ്ങൾ നല്ലത് പറയണം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയണം. നെഗറ്റീവായതൊന്നും പറയരുത്. നാവിൽ അധികാരമിരിക്കുകയാണ്. പറയുന്നവരോട്, പറയാൻ തുടങ്ങുന്നവരോട് യേശു പറയുന്നു, നീ സംശയിക്കരുത്. നീ വിശ്വാസത്തോടെ പറയണം. നീ സംശയിച്ചാൽ നീ പറയുന്നത് എങ്ങനെ നടക്കും? നീ പറയുന്നത് സംഭവിക്കണമെങ്കിൽ നീ അത് വിശ്വസിച്ചും കൊണ്ട് പറയണം. നെഗറ്റീവ് നമ്മൾ പറയുമല്ലോ, അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് സംഭവിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്നാലൊന്ന് പോസിറ്റീവ് പറഞ്ഞു നോക്കിയേ, നല്ലത് പറഞ്ഞു നോക്കിയേ. അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുടെ നടുവിൽ നല്ലത് പറഞ്ഞു നോക്ക്. അത് ചലിച്ചിരിക്കും. നിങ്ങൾ പറയുന്നത് സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കും. യേശു പറഞ്ഞു, ഞാൻ സത്യമായിട്ട് പറയുന്നത് സംഭവിക്കും. പറയാമോ? ഈ പകൽ ദൈവം നിങ്ങൾക്ക് ദാനം നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ അസാധ്യതകളെ നോക്കി പറ. നിങ്ങളുടെ മുമ്പിലുള്ള ചെങ്കടലിനെ നോക്കി പറ. വൻമലകളെ നോക്കി പറ. നീങ്ങിപ്പോകാൻ പറ. ഇന്ന് പകലത് സംഭവിക്കാൻ പോകുകയാണ്. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.